പിന്നെ പാറയുടെ മുകളിൽ കൂടെ വെള്ളം ഇങ്ങനെ തഴുകി തലോടി താഴോട്ട് പോകുന്നുണ്ട്. രണ്ട് മാൻ കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട്. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കൊട്ടാരക്കര പുലമൺ ജംഗ്ഷന് അടുത്തുള്ള ഒരു സെൻറ്റ് ഗ്രിഗോറിയസ് സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു അടിപൊളി പ്ലേസിലാണെന്ന് പറഞ്ഞാൽ മീൻപിടിപ്പാറ എന്നറിയപ്പെടുന്ന നല്ല ഒരു അടിപൊളി സ്പേസിലാണ്, അല്ല സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനുണ്ട്, നമ്മുടെ കൊച്ചനിയുണ്ട്. ഞങ്ങളപ്പോൾ കൊട്ടാരക്കരയിൽ നമുക്ക് സമ്മാനം മേടിക്കാനായിട്ട് വന്നതാണ്. ഞങ്ങൾക്ക് കുറച്ച് ചെറിയ പള്ളിയിലെ ഒരു പ്രോഗ്രാമിൻ്റെ സമ്മാനമുണ്ട്. അപ്പോൾ അത് മേടിക്കാൻ ഞങ്ങൾ രണ്ടുപേരുടെ വന്നതാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, ഈ കാണുന്നതാണ് മീൻപിടിപ്പാറയുടെ മെയിൻ എൻട്രൻസ്. ആ കാണുന്നിടത്ത് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മുടെ ടിക്കറ്റൊക്കെ മേടിച്ച് പോകണം. അപ്പോൾ നമുക്കതിലേക്ക് പോവേ. അപ്പോൾ ഗായ്സ്, നമുക്ക് ടിക്കറ്റ് ചാർജ് വന്നു. നമ്മുടെ കുഞ്ഞിന് 10 രൂപയും എനിക്ക് 20 രൂപയാണ്. അപ്പം മുതിർന്നവർക്ക് 20, കുഞ്ഞുങ്ങൾക്ക് 10 രൂപയാണ്. ഇവിടെ എല്ലാം നല്ല മനോഹരമായിട്ടൊക്കെ വെച്ചേക്കുവാണ്. ഇവിടെ ഇങ്ങനെ ചെടി വെച്ചൊരു കവാടമൊക്കെ ഉണ്ട്. ഇവിടെ മൊത്തം പനിയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് അവനിങ്ങനെ മുന്നിൽ ചാടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ദയവായിട്ട് പുല്ലിൽ ചവിട്ടരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ തിരഞ്ഞെടുത്തത്. നമുക്ക് അങ്ങോട്ടൊക്കെ പോയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഇവിടെ നിന്നാണ് ഇങ്ങനെ പാറയുടെ മുകളിൽ കൂടെ വെള്ളം ഇങ്ങനെ തഴുകി തലോടി താഴോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ വന്നത് ഉച്ചയ്ക്കായതുകൊണ്ട് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്ക് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ 2 മാന് നിൽപ്പുണ്ട് ഗൈസ്. നമ്മൾ കണ്ടില്ലേ, നേരത്തെ എനിക്കൊന്ന് ഇതിപ്പോൾ അടച്ചിട്ടേക്കോ. ഇവിടെ 2 നല്ല 2 മാൻ കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. അതിന് ചുറ്റും ഇങ്ങനെ ചെറിയ പനയും കാര്യങ്ങളൊക്കെയാണ്. ആ വെള്ളം തന്നെ താഴോട്ട് ഇങ്ങനെ പാറയുടെ മുകളിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഗൈസ്, ഇവിടെ ഇങ്ങനെ മനോഹരമായിട്ട് നല്ല രീതിയിൽ കല്ല് വാരിയ നടപ്പാതയൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് പേരൊക്കെ ഇന്ന് ഊഞ്ഞാലാടുന്നുണ്ട്. അപ്പോൾ ഈ നടപ്പാത ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം ദൂരം ഈ വനം പോലെ കിടക്കുന്ന ഭാഗത്തോടെ നമുക്ക് നടന്ന് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് കളിക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല രസമായിട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് കളിക്കാനുള്ള സ്പേസാണ്. ഇപ്പോൾ ഗൈസ്, ഇവിടെ എല്ലാം ഇങ്ങനെ പാറയാണ് ഈ ഭാഗങ്ങളിലെല്ലാം. അപ്പോൾ അതിപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് ഗൈസ് മുകളിൽ കൂടെ വലിയ വെള്ളച്ചാട്ടം ഒന്നും കാണാൻ കിട്ടത്തില്ല. എന്നാലും അടിപൊളി നല്ല വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നടപ്പാത അങ്ങ് ദൂരെ വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, നമുക്ക് തിരക്കാണ്. അപ്പോൾ നമ്മളങ്ങോട്ട് കൂടുതൽ പോകുന്നില്ല. അപ്പോൾ ഗൈസ്, ഈ വെള്ളം നല്ല ഔഷധ ഗുണമുള്ള വെള്ളമാണെന്നാണ് പഴമക്കാർ പറയുന്നത്. അപ്പോൾ ഇത് ഒഴുകി വരുന്ന സ്ഥലം എനിക്കറിയായിരുന്നു, മറന്നുപോയി. അപ്പോൾ ഇത് നല്ല ഔഷധ ഗുണമുള്ള വെള്ളമായതുകൊണ്ട് ഇത് കുളിക്കാനും ഒക്കെ കഴിയുമെന്നാണ് ഇവർ പറയുന്നത്. ഇവരല്ല, നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇവിടെ അറിയാൻ കഴിഞ്ഞത് നല്ല ഔഷധ ഗുണമുള്ള വെള്ളമാണ്. പിന്നെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഫാമിലിയായിട്ട് വരികയും അല്ലെങ്കിൽ കൂട്ടുകാരായിട്ടൊക്കെ വന്ന് കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഇത്. പിന്നെ ഗൈസ്, എന്താണ് ഈ മീൻപിടിപ്പാറ എന്നുള്ളതിൻ്റെ അർത്ഥം എനിക്കറിയത്തില്ല. ഇവിടെ നേരത്തെ മീൻ പിടിക്കാനൊക്കെ ആളുകൾ വരികയായിരിക്കും, അതായിരിക്കും. പക്ഷെ ഇപ്പോഴും നമുക്ക് വേണമെങ്കിൽ വെള്ളമുള്ള സമയത്ത് മീനെ വന്ന് പിടിക്കുകയൊക്കെ ചെയ്യാം. അത്യാവശ്യം ഇവിടെയൊക്കെ 2-3 മീനെയൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പം സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ വരുമ്പോൾ പാറയുടെ മുകളിലൊക്കെ കയറുമ്പോൾ സൂക്ഷിച്ച് കയറി ഇറങ്ങിയൊക്കെ ചെയ്യുക. എന്ന് പറഞ്ഞാൽ വീഴാനും തന്നാനുമുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സുരക്ഷിതം ആദ്യം നോക്കിയിട്ട് വേണം ചാടാനുമൊക്കെ. വയസ്സ് വന്നപ്പോൾ അവനൊരാഗ്രഹം അതിൽ കയറുന്നു, താഴോട്ട് വരണമെന്ന്. അപ്പോൾ നമ്മൾ അവൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു. ദരിപ്പോൾ വരും, അവനും ഹാപ്പി. അങ്ങനെ ഗൈസ്, ഇവിടെ ഒരു തൂക്കുപാലമൊക്കെ പണിഞ്ഞിട്ടുണ്ട്. നമുക്ക് നടന്ന് ആ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി ഇന്നിപ്പോൾ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ മഴയൊക്കെ പെയ്ത് ഞാൻ അടിപൊളിയായിട്ട് വെള്ളം ഇങ്ങനെ ഇവിടെ മൊത്തം ഫില്ല് ചെയ്ത് കിടക്കും. പിന്നെ അവിടെ നല്ലൊരു വെള്ളച്ചാട്ടം തന്നെ പണിഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് ഇരിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ആൾക്കാരവിടെ ഉണ്ട്. ഇവിടെ എല്ലാം നല്ല നടപ്പാതയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പണിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരു മീനിൻ്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിതിൽ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ ഗൈസ്, ഇവിടെ ഒരു മീനിൻ്റെ പ്രതിമയൊക്കെ ഉണ്ട്. അപ്പോൾ അവനത് നോക്കി നിൽക്കുന്നു. ഇങ്ങനെ ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യുന്നു. ഇത്രയാണ് ഗൈസ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഗൈസ്, നല്ലപോലെ ഞാൻ ആ മീനെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ആ മീൻ. ഒരു വായിലൊരു ഹുക്കൊക്കെ വെച്ചൊരു മീനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിനി പോവുകയാണ് ഗൈസ്. വാ, എങ്ങനെ ഉണ്ടായിരുന്നു?
നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമുക്ക് നമ്മുടെ സമ്മാനമെല്ലാം നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പള്ളിയിലേ ഉണ്ട്. അപ്പം നമ്മളിനി പോവുകയാണ്. ഇപ്പം മീൻപിടിപ്പാറയിൽ നമ്മൾ അത്ര ധൃതിയായിപ്പോയി. എന്താണ് ഇവിടെ നമുക്കൊരു പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനുവേണ്ടി വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം നമ്മളിനി വീട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് ഇത്രയുള്ള എൻ്റെ കണ്ണകത്ത് എന്തോ വീണ് ഗൈസ്. അപ്പം ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്.